ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡെയിലി വ്ളോഗ് തുടങ്ങിയിട്ട് ഡേ 2 ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ കുപ്പി മേടിച്ച കാര്യം. ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നിറച്ച് വെച്ചത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് തോന്നും. ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നിയത് വെള്ളം കുടിക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ വെള്ളം കുടിക്കാറുമില്ല. പിന്നെ ഞാൻ രാവിലെ നേരത്തെ തന്നെ എണീറ്റായിരുന്നു. നേരത്തെ തന്നെ എണീറ്റ് എൻ്റെ എന്താ പറയുക പല്ല് തേക്കും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിക്കും. എന്നിട്ട് ഇനിയിപ്പം ഇന്നെനിക്ക് 12 hour ഷിഫ്റ്റാണ്. അപ്പം ഷിഫ്റ്റിന് പോകാൻ വേണ്ടിയിട്ടും ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ചായ കുടിക്കണം. പിന്നെ അടുക്കളയിൽ ഇപ്പം ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട്. പിന്നെ അരി ഇനിയിപ്പം അരി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് രണ്ടും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു അച്ചാറും കൂട്ടിയിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ 12 മണിക്കൂർ ഇനി അവിടെ ആയിരിക്കും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് വേണം ജോലിക്ക് പോകുന്ന വഴിക്ക് വേണം എനിക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ 2 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കഞ്ഞി ഇപ്പം തന്നെ ഉണ്ടാകും. ഞാൻ രാവിലെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ കഴിക്കുന്ന അരി. ഇത് മറ്റേ ബസ്മതി റൈസാണ്. ഇവിടെ പിന്നെ മൈക്രോവേവ് ഓവൻ ഉള്ളത് കൊണ്ട് എന്താ പറയുക നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. കഴിക്കാറാകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ചൂടാക്കിയാൽ മതി. അപ്പം ഇതാണ് നമ്മൾ അരി. പിന്നെ നമ്മളിന്ന് അരി, മുട്ട പുഴുങ്ങിയത്, പിന്നെ അച്ചാർ, ഇത് 3 കഴിക്കുന്നത് രാവിലെ. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഞാൻ വേഗം പോയി റെഡിയായി ഞാൻ പോകട്ടെ. ഇത് കണ്ടു ഗൈസ്, ഇതിൽ ഫുള്ളൊരു വെള്ളപ്പൊടി പോലെ ഇല്ലേ. അപ്പം ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ലിൻഡ് റോളർ എന്ന സാധനം. അപ്പം ഇത് ജസ്റ്റ് ഈ കവർ ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ റോൾ ചെയ്താൽ മതി. ഉണ്ടോ, ഇതിലൊരു കറുത്ത പൊടി പോലെ വന്നുണ്ടോ. സാധനം നമ്മൾ മേടിച്ചത് പൈസ ഒരു പൗണ്ടാണ് 89 മിനിറ്റ്സ്. വേറെ ഒരു ഞാനിത് 1 പൗണ്ടിന് കണ്ടായിരുന്നു. ഇത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ പണിയെടുക്കുന്ന സ്ഥലത്തോട്ടൊക്കെ നല്ല രീതിക്ക് ഇപ്പം പോകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് മേടിച്ചുള്ളത്. അല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കണം. എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ വർക്കിന് പോട്ടെ. അതിന് മുമ്പ് ഫുഡ് കഴിക്കണം. സമയം ലേറ്റായി. അപ്പോൾ ഇതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് UK വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ജോഡി ഇതുപോലത്തെ ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലാക്ക് പാൻറ്റും ഉണ്ടല്ലോ, അത് മസ്റ്റായിട്ട് എടുക്കണം. കാരണം നിങ്ങളിവിടെ പാർട്ട് ടൈം അന്വേഷിക്കുമ്പോഴത്തേക്കും നമുക്കൊരു യൂണിഫോം ഒക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ യൂണിഫോം കിട്ടുന്നത് യൂണിഫോം ഒക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ യൂണിഫോം കിട്ടുന്നത് വരെ നമ്മൾ ഇതുപോലത്തെ ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഒക്കെ ആയിരിക്കും ഇടേണ്ടത്. അപ്പോൾ അത് മസ്റ്റായിട്ട് നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ. ലേറ്റായി ഗൈസ്, നമ്മൾ ലേറ്റായി. 10 മിനിറ്റ് ലേറ്റാ ഗൈസ്. എന്തോ ഭാഗ്യം നമുക്ക് ബസ് കിട്ടി. ഇവിടുന്ന് 10 മിനിറ്റ് ഇടവിട്ട് ബസ്സൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും 5 മിനിറ്റ് ലേറ്റായാൽ ലേറ്റാണ്. ഇനി ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 10 മിനിറ്റ് നടക്കാനും കൂടി ഉണ്ട്. അപ്പം മൊത്തം 50 മിനിറ്റ് എടുക്കും. അപ്പം എനിക്ക് തോന്നുന്നത് കറക്റ്റ് 10 മണിയാകുമ്പോൾ ചിലപ്പോൾ ചെല്ലുമായിരിക്കും. നോക്കാം. പിന്നെ രാവിലത്തെ ടൈം ആയതുകൊണ്ട് അതും 9 മണി ടൈമാണല്ലോ, ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നോക്കാം. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബസ്സിൽ കുറച്ച് സൗണ്ട് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട്
എൻ്റെ അടുത്ത് കുറേ പേര് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നീ കോലം കെട്ട് പോയല്ലോ, കറുത്ത് പോയല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ നമ്മുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ട്രാവലിൻ്റെ കാര്യത്തിലാണ്. ട്രാവലിങ്ങിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ട്രാവലിംഗ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ മിക്ക സ്ഥലത്തേക്കും നടന്നാണ് പോകാറുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ പറയുക, ഇവിടെ വെയിലാണ്. അപ്പോൾ നമ്മൾ കുടയൊന്നും അങ്ങനെ ചൂടാറില്ല. അപ്പം വെയിൽ കൊണ്ട് നടക്കുമ്പം സ്വാഭാവികമായും ടാൻ അടിക്കും. പിന്നെ വെയിറ്റ് കുറയും ഒരുപാട് നടക്കുന്നത് കൊണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് 60 കിലോ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് 58 കിലോ ഉള്ളൂ. ഞാൻ വന്ന ടൈമിൽ ഫുഡ് കഴിക്കുന്നതും ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഇപ്പം പിന്നെയും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ 57 എത്തും, പിന്നെ അത് 58 എത്തും, പിന്നെ 59 പക്ഷേ അങ്ങനെ കൂടുകയും കുറയും അങ്ങനെ നിൽക്കുകയാണ്. അതാണ് മെയിനായിട്ടുള്ള ഈ ടാൻ അടിച്ചതും കോലം കെട്ടുപോയും അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഇത്. വൺസ് നമ്മളൊന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെറ്റാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വാട്ടെവർ, അതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കില്ല. ഇനി ഞാൻ വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ബാക്കി ഒരു ഔട്ട്രോ തരാം. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ 12 hour ഷിഫ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഗൈസ്, അങ്ങനെ എൻ്റെ 12 hour ഷിഫ്റ്റ് ഞാൻ കഴിഞ്ഞിരിക്കുകയാണ്. 12 hour ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആക്ച്വലി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ആദ്യമായിട്ടാണ്, എന്ന് വെച്ചാൽ മടുപ്പുണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മടുപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താ പറയുക, രസമായിരുന്നു. ആദ്യത്തെ 12 hour ഷിഫ്റ്റ് പൊളിയായിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും അറിയത്തില്ല. പക്ഷെ നല്ല ബോഡി പെയിൻ ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ഇനി ഞാൻ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. കാരണം ഇവിടെ ഇനി നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ചിലപ്പോൾ ഏത് വഴിക്കായിരിക്കും പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഞാൻ ബാക്കി വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല രീതിക്ക് ടയേർഡായി. അമ്മേ, ശരിക്കും അടുത്തു. ബസ്സിൽ കയറുന്നതിന് മുമ്പ് വരെ എനിക്ക് അത്ര വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. പക്ഷെ കുറച്ച് നേരം ഇരുന്ന് ട്രാവലും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് മടുത്തു ഗൈസ്. അപ്പോൾ എന്താണേലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി എനിക്ക് കുളിക്കണം. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ട് പുതുതായിട്ട് തന്ന ഒരു കണ്ടീഷണറും ഒരു ഷാമ്പുവും പിന്നെ ഒരു ഹെയർ മാസ്കും ഉണ്ട്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇച്ചിരി വെള്ളം കുടിക്കണം. പിന്നെ UK വന്നിട്ട് നിങ്ങൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം ഓക്കെ, സം കോട്ടയം സ്ലാങ്. ഓക്കെ, ഫുഡിൻ്റെ മലയാളം വേണ്ട, ഫുഡിൻ്റെ വില എന്താണെന്ന് ശരിക്കും പഠിച്ചു. പണ്ടൊക്കെ നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും ഫുഡിൽ ഉപ്പില്ലെങ്കിലോ മുളക് കൂടിപ്പോയെങ്കിലോ ഒക്കെ നമ്മൾ അന്നേരം കുറ്റപ്പറയാമല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർ. പക്ഷേ ഇപ്പം നല്ല രീതിക്ക് ഫുഡ് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാനായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. പിന്നെ ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചിക്കൻ ഷവർമയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചിക്കൻ ഷവർമ പോലെയല്ല ഇവിടെ കൂടുതലും ഈ എന്താ പറയുക, ചിക്കൻ ഷവർമയ്ക്കകത്ത് ഒരു ബ്രെഡ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും. പിന്നെ ഫുള്ള് എന്താ പറയുക, പച്ചക്കറികളാണ്. പച്ചക്കറി എന്ന് വെച്ചാൽ പച്ചക്കറിയല്ല, മറ്റേ ഇലയൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ സ്പിനച്ച്, പിന്നെ ഒണിയൻ, പിന്നെ എന്തൊക്കെയോ കുറേ ഇലകളൊക്കെ ആയിരുന്നു. അപ്പോൾ ആദ്യം ഇത് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ നിന്ന് എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ആദ്യമായിട്ടാണ് ഈ ഫുഡ് കഴിക്കുന്നത്. ചിക്കൻ ഷവർമ കഴിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ആൾക്കാർ എങ്ങനെ ഇതൊക്കെ കഴിക്കുന്നത്, ഈ ഇലയൊക്കെ കടിച്ചു കുറച്ച് തിന്നണ കാണുമ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ സാലഡൊക്കെ ആൾക്കാർ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്.
പക്ഷേ ഇന്നൊരു 6 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ട് ആ ഒരു സംഭവം കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് തോന്നി. അതെനിക്ക് ചിലപ്പം നമുക്ക് നല്ല രീതിക്ക് വിശന്നിട്ടിട്ട് കഴിച്ചതുകൊണ്ടായിരിക്കും. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളൊരു ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഫുഡിനെ പറ്റി ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ, പ്രത്യേകിച്ച് അമ്മമാരുണ്ടാക്കി തരുമ്പോൾ കുറ്റം പറയുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നന്നായിട്ട് വിശന്നിരിക്കുമ്പം ഫുഡ് കഴിക്കുക. ഒരിക്കലും നമുക്ക് അതുണ്ടാക്കി തന്ന ആളെ ഒരിക്കലും കുറ്റം പറയാൻ തോന്നില്ല. ഞാൻ എൻ്റെ അമ്മയെ അല്ലെങ്കിൽ ആരെനിക്ക് ഉണ്ടാക്കി തന്നാലും ഞാൻ കുറ്റം പറയാറൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, നമ്മളെപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ നന്നായിട്ട് വിശക്കുമ്പോൾ കഴിക്കുക. അപ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് എന്താ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതാണ് ഇന്ന് ഞാൻ പഠിച്ചൊരു പാഠം. ഇന്ന് ഞാൻ പഠിച്ചതെന്നല്ല, നേരത്തെ തന്നെ അറിയായിരുന്നു. പിന്നെന്താ, അത് ആദ്യത്തെ പാഠം, UK വന്നതിന് ശേഷം പഠിച്ചൊരു പാഠം. പിന്നെ ജോലി, ഏത് ജോലിയാണെങ്കിലും ഇവിടെ എന്ത് ജോലി ചെയ്താലും അതിനൊരു റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലില്ലാന്ന് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു. മെയിനായിട്ടും 12 hour ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു സന്തോഷം. ഇനി അങ്ങോട്ട് ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, നമ്മൾ ജോലി ചെയ്തിട്ട്, നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ ജോലികളൊന്നും സാധാരണ ചെയ്യാറില്ലല്ലോ. അപ്പം റെസ്റ്റോറൻറ്റിലെ ജോലി അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. കണ്ണീര് തുടച്ചിട്ട് പറ. എന്താണെങ്കിലും ഡെയിലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എനിക്കറിയാം ഈ വ്ളോഗ് കുറച്ച് ബോറിങ് ആയിരിക്കുമെന്ന്, പക്ഷേ എന്നാലും എന്നെ ഒന്ന് എൻഗേജ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ശരീരമൊന്നും അനങ്ങുന്നില്ല ഗൈസ്, നല്ല ബോഡി പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഇനിയൊരു കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കാം. പിന്നെ എൻ്റെ ഷാമ്പുവും കണ്ടീഷണറും ഹെയർ മാസ്കും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കണം. രാത്രിയിലത്തെ ഫുഡ് കഴിക്കുന്നതൊന്നും ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യുന്നില്ല. അതും കൂടെ ആഡ് ചെയ്ത് ഇത് വലിയൊരു വീഡിയോ ആയി പോകും. അപ്പോൾ ഇനി നാളെ കാണാം. അപ്പം വീണ്ടും ശ്രദ്ധിക്കും വരെ വണക്കം. ബൈ ബൈ.